ഹലോ ഗൈസ്, എൻ്റെ അച്ഛൻ മീൻ പിടിക്കാൻ പോയപ്പോൾ കൂട്ടത്തിൽ രണ്ട് വലിയ കൊഞ്ചിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ ഇതിനെ കദളി കൊഞ്ചൻ അല്ലെ ആനക്കൊഞ്ചൻ എന്നൊക്കെ പറയലുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക, നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇതിന് സത്യം പറഞ്ഞാൽ രണ്ട് വലിയ കൈകൾ ഉണ്ടാവും. പക്ഷേ ഈ അച്ഛൻ മീൻ പിടിച്ച സമയത്ത് അത് അച്ഛനെ കടിച്ചുകൊണ്ട് അച്ഛൻ രണ്ട് കൈകളും പറിച്ച് ചാടി. അച്ഛൻ പിടിക്കുന്ന മീൻ അച്ഛൻ തന്നെയാണ് കുക്ക് ചെയ്യല്. അപ്പം അച്ഛൻ അതിൽ ഉപ്പും മുളകെല്ലാം പുരട്ടിയിട്ട് നല്ല രീതിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അച്ഛനതെങ്ങനെ കൊഞ്ചുണ്ടാക്കുന്നത് നോക്കിയിട്ട് അമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. വലിയൊരു വാഴയില എടുത്തിട്ട് അതിൽ നമ്മൾ തേച്ച് വെച്ച കൊഞ്ചിൻ്റെ മസാലയൊക്കെ പിടിച്ച കൊഞ്ചിനെ നമ്മൾ എടുത്ത് വെക്കണം. അതിന് നല്ല രീതിക്ക് നമ്മളത് കവർ ചെയ്തിട്ട് എടുക്കണം. വാഴയിലാണ് വെക്കുന്നത്. അതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് പൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് അത് കെട്ടണം. നമ്മളിത് കെട്ടാൻ ഉപയോഗിക്കുന്നത് വാഴയിലേൻ്റെ തന്നെ നാര് വെച്ചിട്ട് തന്നെയാണ് കെട്ടുന്നത്. നമ്മൾ അടുപ്പത്ത് നല്ല രീതിക്ക് തീ പിടിപ്പിച്ചതിന് ശേഷം നല്ലോണം അത് പൊരിഞ്ഞ് വരണമെങ്കിൽ നല്ല കണൽ വേണം. അപ്പോൾ നമ്മൾ വിറക് വെച്ച് നല്ലോണം അടുപ്പ് കത്തിക്കണം. അതിന് ശേഷം നമ്മൾ അത് അടുപ്പത്ത് വെക്കുക. മറ്റേ ഓടിൻ്റെ പാത്രം ഉണ്ടാവില്ലേ, അതിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നല്ലോണം നല്ല ടേസ്റ്റ് ഉണ്ടാവും. വാഴയിലെ ടേസ്റ്റും വിറകടുപ്പിൽ വെക്കുന്നതിൻ്റെ വേറൊരു ടേസ്റ്റൊക്കെ കിട്ടും. അതിന് ശേഷം നമ്മൾ ആ പാത്രം തിരിച്ചിട്ടിട്ട്, അതായത് നമുക്ക് ആ കൊഞ്ചിനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് പൊരിച്ചെടുക്കണം. അങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു വേവ് ആകുമ്പോൾ നമുക്ക് അടുപ്പത്ത് നിന്ന് എടുക്കാം. അപ്പോഴാണ് ഗൈസ് മഴ പെയ്ത് കറണ്ടൊക്കെ പോയി. അതിന് ശേഷം നമ്മൾ ലൈറ്റെല്ലാം കത്തിച്ചാണ് നമ്മൾ ബാക്കി കുക്കിംഗ് ഒക്കെ ചെയ്തത്. അങ്ങനെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പൊതിഞ്ഞ് ഒന്ന് അയച്ച് നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ വേവൊക്കെ കറക്റ്റാണോ. നോക്കുമ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള വേവ് വന്നിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു കഷ്ണം, ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കാം. നല്ല വേവാണോ, നല്ല ടേസ്റ്റ് ഉണ്ടോ, ഉപ്പും മുളകൊക്കെ ഉണ്ടോ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു കഷ്ണം നുള്ളി അമ്മ എടുത്ത് കഴിക്കുന്നുണ്ട്. അതിന് ശേഷം അച്ഛനെ നല്ലോണം കറക്റ്റായിട്ട് അത് പൊട്ടിച്ചിട്ട് കഴിക്കുകയാണ്. സംഭവം ഇതൊക്കെ നല്ലൊരു സുഖമുള്ള ഒരു പരിപാടിയാണ്. ഈ കൊഞ്ചിനെ വെക്കുന്നതും ഉണ്ടാക്കുന്നതും കഴിക്കുന്നതൊക്കെ ഒരു ടേസ്റ്റുള്ള പരിപാടിയാണ്. നമ്മളിങ്ങനെ ഉണ്ടാക്കാറുണ്ട്. നിങ്ങളിത് കഴിക്കലുണ്ടോ എന്ന് അറിയില്ല. സംഭവം അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്യുക ഇങ്ങനത്തെ കൊഞ്ചെല്ലാം കിട്ടുമ്പോൾ. അതിന് ശേഷം നമ്മളതെടുത്ത് കഴിക്കുകയാണ്. അപ്പം അച്ഛനത് നല്ലോണം ഇഷ്ടമായി. കാരണം അച്ഛൻ്റെ മുഖത്ത് കണ്ടാൽ നമുക്കറിയാം നല്ലൊരു അച്ചിരി കണ്ടായിരുന്നു ഇവിടെ. അതിന് ശേഷം നമ്മൾ എല്ലാം കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് സെറ്റായി.